ഹലോ വെൽക്കം ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ, ഞാൻ അന്ന് ബന്നാർഘട്ട നാഷണൽ പാർക്ക് കാണിച്ച് തന്നപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയൊരു സ്ഥലമാണ് അതിനുള്ളിലെ ബട്ടർഫ്ലൈ പാർക്ക്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് കേട്ടോ. അവിടെ ഒരുപാട് കാഴ്ചകളാണുള്ളത്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ബട്ടർഫ്ലൈ പാർക്കുകൾ ഉണ്ട് അല്ലേ? പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വളരെ എന്താ പറയുക, അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ബട്ടർഫ്ലൈ പാർക്കാണ് ഇത്. മെയിൻ എൻട്രൻസ് കടന്ന് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സീസൺ അല്ലാത്തത് കാരണം കൊണ്ടാണ് അത്രയും അധികം എന്താ പറയുക പൂക്കളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. കയറി ചെല്ലുമ്പോൾ തന്നെ വലിയ ഗാർഡൻ, അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതേപോലെ ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് ഏരിയകളുണ്ട്. ബട്ടർഫ്ലൈ പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. അത് തന്നെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അവർ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തേണ്ടി വന്നു, കാരണം അതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കര ഫോട്ടോ സെഷൻ ആയിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ ഒരു അവസ്ഥയാണ് കേട്ടത്. എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ആ സ്ട്രക്ചർ തന്നെ നമുക്ക് ഭയങ്കര രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളതായിരുന്നു. ഇനി ബട്ടർഫ്ലൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറവ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു സീസൺ അല്ലാത്തത് കാരണം കൊണ്ടാണെന്ന്. അതുപോലെ തന്നെ അവർ ഗാർഡനൊക്കെ പുതിയതായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്നെ അതിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കാര്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ റൂഫാണ്. ആ റൂഫ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്തിനാണ് അതിൽ കുറേ കുഞ്ഞു കുഞ്ഞു കുടങ്ങളൊക്കെ വെച്ചിട്ടുള്ളതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറ്റണ പോലെയൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കി, പക്ഷെ അവർ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പൂക്കളും ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞ് ബട്ടർഫ്ലൈസ് ഉണ്ട്. അവിടെ ഏതൊക്കെ ബട്ടർഫ്ലൈസ് ആണുള്ളത് അതിൻ്റെയൊക്കെ പേര്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു പോണ്ട് ഉണ്ട് നിറച്ച് മീനുകളൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. കാരണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആർട്ടിഫിഷ്യലായിട്ട് ചെറിയൊരു വാട്ടർഫോളും അതുപോലെ തന്നെ പോണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ പോയ സമയത്ത് ഭയങ്കര ചൂടായത് കാരണം കൊണ്ട് തന്നെ സഫാരി പാർക്കും സുഖമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിലേക്ക് വരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇങ്ങോട്ട് നടന്നെത്താൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായി. കാരണം ഞങ്ങൾ കുറച്ച് പേര് മാത്രമാണ് ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതവർക്ക് ഭയങ്കര നഷ്ടമായല്ലോ എന്ന് മനസ്സിലായത്. കാരണം കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ പോയിട്ടുള്ള ബട്ടർഫ്ലൈ പാർക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ഒറിജിനൽ ആയിട്ടുള്ളത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിങ്ങനെ പ്രിസർവ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് ചെല്ലുന്നത് വലിയൊരു ഗാലറിയിലേക്കാണ് കേട്ടോ. ബട്ടർഫ്ലൈയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഗാലറി ഉണ്ടായിരുന്നു. ഒരുപാട് പിക്ചേഴ്സും അതുപോലെ തന്നെ നമ്മൾ ശരിക്കും അക്വേറിയൊക്കെ സെറ്റ് ചെയ്യുമല്ലോ, അതുപോലെ ബട്ടർഫ്ലൈക്ക് വേണ്ടിയിട്ട് വേറൊരു ചെറിയൊരു കുഞ്ഞു സംഭവങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഈ ഗാലറി വളരെയധികം രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെയുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഫോട്ടോസൊക്കെയാണല്ലോ കൂടുതലായിട്ടുണ്ടാവുക. ഇവിടെ ഫോട്ടോസ് മാത്രമല്ല, ഒറിജിനൽ ആയിട്ടുള്ള ബട്ടർഫ്ലൈസിൻ്റെയൊക്കെ ഒരുപാട് എന്താ പറയുക സ്ട്രക്ചറുകൾ വെച്ചിട്ടുള്ള കുറേ ഡിസ്പ്ലേകൾ കണ്ടു. ഇതാ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതെല്ലാം ഒറിജിനലായിട്ട് ഈ വൈറ്റ് കളറിലുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് ഒറിജിനലാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനെയൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടുന്ന് പോരേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് മെയിനായിട്ട് ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ബട്ടർഫ്ലൈസിനെയും പാർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബന്നാർഘട്ട നാഷണൽ പാർക്കിൽ ഒരു വട്ടെങ്കിലും പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്